ഇസ്ലാമിന് ഇല്ലാത്ത, പരിചയമില്ലാത്ത, സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ വലിയ ഖേമമായി കൊണ്ടു നടക്കുന്ന പലരുമുണ്ട്. സംശയമായി പലരും ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടില് മയ്യത്തിന് കൂലി കിട്ടാൻ, മയ്യത്തിന് പ്രതിഫലം കിട്ടാൻ എന്ന പേരില 3, 7, 40 ആണ്ടുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ. എവിടെ നിന്നാണ് ഇത് തുടക്കം കുറിച്ചത്? ആരാണിത് തുടങ്ങിയത്? ആലോചിക്കുക. അത് കഴിഞ്ഞപ്പോൾ പുതിയ ഓരോ 10 കൊല്ലം കൂടുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. 70,000 തഹ്ലീലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ്. കുടുംബക്കാരെല്ലാവരും കൂടി 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അവർ പല നിലക്കും ഓൺലൈൻ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി അതേ മൂത്ത മകൻ ഇത്ര തഹ്ലീൽ, ഇന്നയാൾ ഇത്ര തഹ്ലീലൊക്കെ ചൊല്ലി മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഏത് സ്വഹാബിയാണ് നമ്മളത് പഠിപ്പിച്ചത്? ഏത് മദ്ഹബിന്റെ ഇമാമാണ് ആ ഖൗൽ നമ്മളെ പഠിപ്പിച്ചത്? അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷമല്ല നമ്മൾ അവർക്ക് പുണ്യം ചെയ്യേണ്ടിയിരുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ പോലും പൈസ കൊടുക്കാത്ത മനുഷ്യനേക്കും മരിച്ചാൽ പിന്നെ അവൻ അവിടെ ഭയങ്കര വലിയ നേതാവായി മാറും.